നഗരത്തിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ കുമിഞ്ഞുകൂടുന്ന മാലിന്യം മൂലമുണ്ടാകുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാനാകാതെ തൃശൂർ ചാവക്കാട് നഗരസഭ. മഴ കനത്തതോടെ മാലിന്യം സമീപ പ്രദേശങ്ങളിലേക്ക് ഒഴുകിയെത്തിയത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ചാവക്കാട് നഗരസഭാ പ്രദേശത്തെ മാലിന്യ നിക്ഷേപ കേന്ദ്രമാണ് പരപ്പിൽ താഴത്ത്. ഖരമാലിന്യ പ്ലാന്റിന് സമീപം കുമിഞ്ഞുകൂടിയ മാലിന്യ സംസ്കരിക്കാനാവാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. അതായത് 25 വർഷത്തോളമായിട്ട് പ്ലാന്റ് ഇവിടെ ഉണ്ട്. പക്ഷേ ഇതിൽ കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളോ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇവിടെയുള്ള അടുത്തുള്ള എല്ലാ വീട്ടുകാർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മഴ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സ്കിൻ അലർജി കാര്യങ്ങൾ, അതുപോലെ തന്നെ ഭക്ഷണം നേരെ കഴിക്കാൻ പറ്റില്ല. നഗരസഭ മുൻകൈയെടുത്തിപ്പോൾ ഒരു പുതിയൊരു പ്ലാന്റും കൂടി ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഈ ചപ്പുചോറ് മൊത്തം പുറത്തേക്ക് ഇട്ടിട്ട് ഇപ്പോൾ ഒരു 1.5 വർഷത്തോളമായി ബയോ മൈനിങ് എന്നൊരു പ്രോസസ്സ് നടക്കുന്നതാണ് അവർ പറയണത്. പക്ഷേ ഇതുവരെയായിട്ട് അതിൻ്റെ ഒരു ഫലങ്ങളും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. മാലിന്യം പ്ലാന്റിന്റെ മതിൽക്കെട്ടും കടന്ന് സമീപ പ്രദേശങ്ങളിലേക്ക് ഒഴുകുകയാണ്. മത്തിക്കായൽ, പാടശേഖരങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് ഒഴുകിയെത്തുന്നത്. മഴ കനത്തു തുടങ്ങിയതോടെ മാലിന്യം നീക്കാൻ കഴിയാത്ത സ്ഥിതിയിലുമായി. പകർച്ചവ്യാധികൾ വരെ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ടെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ ഇനിയുമായിട്ടില്ല. റിപ്പോർട്ടർ, തൃശൂർ.